വാർത്തകൾ തുടരുന്നു. അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 79-ാം നമ്പർ അംഗൻവാടിയിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി വർക്കർ MB ഷീല അധ്യക്ഷത വഹിച്ചു. MR ദിനേശൻ, PK അനിൽകുമാർ, CS മണികണ്ഠൻ, ലളിത മോഹൻദാസ്, മോഹിനി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 21 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് പ്രവേശനോത്സവ തൊപ്പി, പുസ്തകം, പെൻസിൽ, ലഡു, മിഠായി തുടങ്ങിയവ വിതരണം ചെയ്തു. 79-ാം നമ്പർ അംഗൻവാടി ശീതീകരിക്കുമെന്നും അംഗൻവാടിയിലേക്ക് പഠിക്കുവാനും കളിക്കുവാനുമായി കമ്പ്യൂട്ടർ നൽകുമെന്നും പ്രസിഡന്റ് അനിൽ പുളിക്കൻ അറിയിച്ചു. എറിയാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 21-ാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ദീപ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മല്ലിക, പ്രേമവല്ലി, മുരളി, കുഞ്ഞിക്കുട്ടൻ, PB മൊയ്തു, ഫാത്തിമ ടീച്ചർ, ലൈല തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് 2013-2014 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിലെ പ്രകൃതി സൗഹൃദ ജില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി കയ്പമംഗലം പഞ്ചായത്തിലെ 10 ഗ്രൂപ്പുകളിലായി 5000 രൂപ ധനസഹായത്തോടുകൂടി നടപ്പിലാക്കിയ പച്ചക്കറി, കപ്പ കൃഷി ഉത്സവാന്തരീക്ഷത്തിൽ വിളവെടുപ്പ് നടത്തി. 18-ാം വാർഡിലെ ഒരുമ ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ജെയ്സൺ, വാർഡ് മെമ്പർ മണി ഉല്ലാസ്, CDS ചെയർപേഴ്സൺ PS വിജയ, ഓമന ഗോപി, ഫാത്തിമ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ആ പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ട് തന്നെ അവർ കുറേ കൊള്ളികളും, അതായത് നമ്മുടെ കപ്പ ഒരുപാട് പല സ്ഥലങ്ങളിൽ ചെയ്യുകയുണ്ടായി. അതിലൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഓമന ഗോപിയുടെ നേതൃത്വത്തിൽ ഒരുമ ഗ്രൂപ്പിലെ ഓമന ഗോപിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തതിൻ്റെ ഈ ഒരു വിളവെടുപ്പ് അത് ജനങ്ങൾക്ക് അതിൻ്റെ ഒരു പബ്ലിസിറ്റി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിളവെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വന്നത്. SYS SKSSF ചളിങ്ങാട് ശാഖയുടെ ഓഫീസ് ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ നിർവഹിച്ചു. PA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. അബു ഷമ്മാസ് ഷമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ ഫൈസി, മുസ്തഫ നിസാമി, അബ്ദുൽ ഹക്കീം മൗലവി, സ്വാഫ്വ നിസാമി, PM അബ്ബാസ്, KK സിദ്ദിഖ് ഫൈസി, PMA ജബ്ബാർ, KM അബ്ദുൾ റഹ്മാൻ, TK സിദ്ദിഖ് ഫൈസി, ഷജീർ ദാരിമി, MM ഷിഹാബുദ്ദീൻ, റാഫി അൻവരി, PM സൈനുദ്ദീൻ, PA ഇബ്രാഹിംകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതന്റെ അധ്യയന വർഷാരംഭത്തിനോടനുബന്ധിച്ച് ഗണപതി ഹവനവും വിദ്യാഗോപാല പൂജയും നടത്തി. വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു. അർച്ചനയ്ക്ക് KC വേണുഗോപാലൻ മാസ്റ്റർ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ PK ശിവാനന്ദൻ മാസ്റ്റർ, HM ധന്യ, വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ, സെക്രട്ടറി PD ശിവരാമൻ, ട്രഷറർ VR ജയപ്രകാശൻ, വിദ്യാലയ സമിതി രക്ഷാധികാരി കാർത്തികേയൻ മാസ്റ്റർ, മാതൃസമിതി ക്ഷേമ സമിതി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രവും കയ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രവും ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ തെരുവ് നാടകം സംഘടിപ്പിച്ചു. 3 പീടികയിലും കൊപ്പരക്കളം ജംഗ്ഷനിലുമായിരുന്നു നാടകം അവതരിപ്പിച്ചത്. കയ്പമംഗലം പഞ്ചായത്ത് റോഡിൽ പരത്തിയിട്ട മെറ്റൽ കൂന നാട്ടുകാരുടെ വഴിമുടക്കുന്നു. കയ്പമംഗലം KSEB സെക്ഷൻ ഓഫീസിന്റെ മുന്നിലാണ് 2 ടോറസ് മെറ്റൽ റോഡിന്റെ 3/4 ഭാഗവും കവർന്നു കിടക്കുന്നത്. KSEB ഓഫീസിന്റെ അറ്റകുറ്റപ്പണിക്കായി ഒരാഴ്ച മുൻപ് കൊണ്ടുവന്ന മെറ്റൽ കരാറുകാരൻ വഴിയിലിറക്കി പോവുകയായിരുന്നു. മെറ്റൽ ഇറക്കിയതോടെ റോഡിൽ ഓട്ടോ പോലും ഞെരുങ്ങി പോകേണ്ട അവസ്ഥയാണ്. മെറ്റൽ കൂന എത്രയും പെട്ടെന്ന് മാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വൈദ്യുതി ബോർഡ് തീരുമാനത്തിനെതിരെ ഉപഭോക്തൃ കോടതി വിധി. കാർഷിക കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് അറിയിച്ച് നോട്ടീസ് നൽകിയതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ വൈദ്യുതി ബോർഡിനെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. കയ്പമംഗലം പഴൂർ വീട്ടിൽ രാജൻ പഴൂർ ഫയൽ ചെയ്ത ഹർജിയിലാണ് വൈദ്യുതി ബോർഡിന്റെ കയ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും തിരുവനന്തപുരത്തുള്ള സെക്രട്ടറിക്കും എതിരെ ഉത്തരവിറങ്ങിയത്. മാർച്ച് 31-ന് കൃഷിഭവൻ ഓഫീസിൽ നിന്ന് ലഭിച്ച വൈദ്യുതി സൗജന്യം അനുവദിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റിൽ രാജന്റെ പേരില്ലെന്ന കാരണം കാണിച്ചാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ ബോർഡ് നോട്ടീസ് നൽകിയത്. ഇതിനെതിരെയാണ് രാജൻ ഹർജി ഫയൽ ചെയ്തത്. ഹർജി പരിഗണിച്ച പ്രസിഡന്റ് പത്മിനി സുധീഷ്, വി ഷീന, MP ചന്ദ്രകുമാർ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കരുതെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ HSA ഫിസിക്കൽ സയൻസ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച 2-ന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണെന്ന് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 ചന്ദ്രാപിന്നിയിൽ മിനി ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തീരദേശത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അംഗൻവാടികളിൽ പ്രവേശനോത്സവം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.